ഇനി അറിയേണ്ടത് എന്തൊക്കെ തരത്തിലാണ് ഗൂഢാലോചന നടന്നത്, എന്തൊക്കെ ആസൂത്രണമാണ് നടന്നത്, ആരൊക്കെ സഹായിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തതയുണ്ട്. അതിനുശേഷം ഏതൊക്കെ മാർഗങ്ങളാണ് ഗോവിന്ദച്ചാമി സ്വീകരിച്ചത്, എന്തിനാണ് ഗോവിന്ദച്ചാമി ആ ഘട്ടത്തിൽ ജയിൽ ചാടിയത്, സ്വാഭാവികമായി ഒരു ക്രിമിനലിൻ്റെ സ്വതന്ത്രമാകാനുള്ള പ്രേരണ മാത്രമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിമിനൽ പ്രവൃത്തിക്കുള്ള ആസൂത്രണമുണ്ടോ, അതൊക്കെ ഒരുപക്ഷെ പോലീസ് വളരെ സൈക്കോളജിക്കലായി ഇൻട്രോഗേഷനിലൂടെ മനസ്സിലാക്കിയെടുക്കും, ചോദ്യം ചെയ്യലിലൂടെ മനസ്സിലാക്കിയെടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. തീർച്ചയായും അതിൻ്റെ പ്രക്രിയകളാണ് പോലീസ് ഇപ്പോഴുള്ളത്. സന്തോഷം, ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് മനസ്സിലാക്കേണ്ടത് സാധാരണഗതിയിൽ ഒരു ക്രിമിനലിലുള്ള ക്രിമിനൽ ഇൻസ്റ്റിങ്റ്റുകളല്ല അയാൾക്കുണ്ടായത്. കാരണം അയാൾ വളരെ ആസൂത്രണത്തോടുകൂടിയാണ് നേരത്തെ ശരീരവും അയാളുടെ മുടിയും മറ്റ് ഭാവങ്ങളുമൊക്കെ മാറ്റുന്നതിൽ ഉള്ള ശ്രദ്ധയും മറ്റു കാര്യങ്ങളും നേരത്തെ സന്തോഷം നിരീക്ഷിച്ചതുപോലെ ഗോവിന്ദച്ചാമിയുടേത്. പിന്നീട് അതിനുശേഷം തിരഞ്ഞെടുത്ത വഴി, ചാടാൻ തിരഞ്ഞെടുത്ത രീതി, അതിനുശേഷം കടന്നുപോയ സ്ഥലങ്ങൾ, ഒളിച്ചിരുന്ന രീതി, കിണറ്റിനുള്ളിൽ ആരും ഒരിക്കലും പ്രതീക്ഷിക്കില്ല എന്ന് കണ്ടെടുത്ത് വളരെ കൃത്യമായി ഒളിച്ചിരിക്കുന്നു. സാധാരണഗതിയിൽ ഒരു ഒളിവ് ഇരിക്കുന്നത് പോലെയല്ല, കിണറ്റിനുള്ളിൽ വളരെ പതുങ്ങി എത്ര നേരം വേണമെങ്കിലും ഇരിക്കാവുന്ന രീതിയിലേക്കാണ് അയാൾ ആ ഒളിവിൻ്റെ സ്ഥലം പോലും കണ്ടെത്തിയത്. അങ്ങനെയൊക്കെയുള്ള രീതികളുണ്ട്. അപ്പോൾ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് എന്നതിനപ്പുറത്തേക്ക് വളരെ ക്രമപ്പെടുത്തിയുള്ള ഒരു ക്രിമിനൽ ആസൂത്രണം, ബുദ്ധിപരമായ ഒരു ആസൂത്രണം ഗോവിന്ദച്ചാമിയുടെ ആ ജയിൽ ചാട്ടവും അതിനുശേഷമുള്ള ഒളിവിലിരിക്കലിലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പൊളിച്ചാണ് കേരള പോലീസ് അയാളെ പിടികൂടിയത് നാട്ടുകാരുടെ സഹായത്തോടെ എന്നത് വാസ്തവം. എന്നാൽ പോലും അങ്ങനെ ഒരു വലിയ ക്രിമിനൽ പ്രവൃത്തി ഉണ്ട്. അതുകൊണ്ട് ഇനി പല കാര്യങ്ങളും ഗോവിന്ദച്ചാമിയിൽ നിന്ന് നിർണായകമായത് അറിയേണ്ടതുണ്ട്. സന്തോഷ് നിരീക്ഷിച്ചതുപോലെ തീർച്ചയായും അതുതന്നെയാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഇനി ഒരുപാട് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഗോവിന്ദച്ചാമി എന്ന ക്രിമിനൽ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. ഇനി ലഭിക്കേണ്ടുന്ന വിവരങ്ങൾ, ഈ ആസൂത്രണം എങ്ങനെയായിരുന്നു, അതിന് പിന്നിൽ ആരുടെയെല്ലാം സഹായം ലഭിച്ചിട്ടുണ്ട്, എന്തായിരുന്നു ജയിൽ ചാട്ടത്തിന് ശേഷം ഗോവിന്ദച്ചാമി പദ്ധതിയിട്ട കാര്യങ്ങൾ എന്തായിരുന്നു എന്നതെല്ലാം തുടങ്ങുന്ന നിരവധി വിവരങ്ങൾ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടതുണ്ട്. അത്തരം വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ ഈ ചോദ്യം ഗോവിന്ദച്ചാമിയോട് ചോദ്യം ചെയ്തതിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും പോലീസ് തുടക്കം മുതൽ പറയുന്ന ഒരു കാര്യമുണ്ട്, വലിയ ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് ഈ പറയുന്ന സാമഗ്രികളെല്ലാം തന്നെ സംഘടിപ്പിച്ച് കണ്ണൂർ ജയിലിൻ്റെ അതീവ സുരക്ഷാ ബ്ലോക്കിൽ നിന്നും ജയിൽ ചാടി രക്ഷപ്പെടണമെങ്കിൽ പുറത്തു നിന്നോ അകത്തു നിന്നോ ഉള്ള സഹായം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസ് നേരത്തെ തന്നെ അനൗദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനി ഏത് രീതിയിലാണ്, ഏത് തലത്തിലാണ് ആ സഹായം ലഭിച്ചത് എന്നുള്ളതാണ് പോലീസിന് ഇനി ലഭിക്കേണ്ടുന്ന വിവരം. അത്തരം കാര്യങ്ങളിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഗോവിന്ദച്ചാമിയെ ഈ കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഗോവിന്ദച്ചാമിയുടെ പദ്ധതികൾ പാളിയത് പോലീസ് വലിച്ച വലയാണ്. വളരെ കൃത്യമായി തന്നെ ഒരു സ്ഥലത്തേക്കും രക്ഷപ്പെടാൻ കഴിയാത്ത വിധം. ഞാൻ വളരെ നേരത്തെ ഈ ചില പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവരുടെ കാൽക്കുലേഷൻസ് നമ്മളെ വളരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. കാരണം ഈ 9:13 CCTVയിൽ ഒരു സ്ഥലത്ത് ഗോവിന്ദച്ചാമി കണ്ടിട്ടുണ്ട്. അവിടെ നിന്നും പിന്നീട് ചില നാട്ടുകാർ പ്രകടിപ്പിച്ച സംശയം റെയിൽവേ ട്രാക്കിൽ എത്താനുള്ള സംശയമാണ്. പക്ഷേ ആ പോലീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് അതിനുള്ള സമയമില്ല, ഇവിടെ നിന്നും ഈ വേഗതയിൽ ഓടിയാൽ പോലും ഈ റെയിൽവേ ട്രാക്കിലേക്ക് എത്താനുള്ള സമയം ഗോവിന്ദച്ചാമിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. നോക്കൂ എത്ര കൃത്യമായിരുന്നു ആ കാൽക്കുലേഷൻ. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പ്രദേശത്ത് തന്നെ 1/2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ ഗോവിന്ദച്ചാമി ഉണ്ട് എന്നുള്ളതായിരുന്നു പോലീസിന്റെ നിഗമനം. അങ്ങനെയാണ് ആ സ്ഥലം മുഴുവൻ വലവിരിച്ച് പോലീസ് കാത്ത് കിടന്നത്. ഗോവിന്ദച്ചാമിയുടെ നേരത്തെ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കിണറിൽ ഒരു പക്ഷേ ഒളിച്ചിരുന്നാൽ ആരും ശ്രദ്ധിക്കില്ല എന്നുള്ള കൂർമ്മ ബുദ്ധി കൂടിയായിരിക്കാം പ്രവർത്തിച്ചിട്ടുണ്ടാവുക. എങ്കിലും പോലീസ് വളരെ സമർത്ഥമായി തന്നെ ഈ പ്രതിയെ ഗോവിന്ദച്ചാമിയെ കൂടി ഇവിടേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. നമ്മൾ അതിന് പുറത്താണ്. ഗോവിന്ദച്ചാമിയെ അടച്ചിട്ട മുറിയിൽ പോലീസ് ട്രെയിനിങ് സെന്ററിൽ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇനി വൈകാതെ തന്നെ ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏതായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേരത്തെ പ്രതിയെ പിടിച്ചതിന് തൊട്ടു പിന്നാലെ സിറ്റി പോലീസ് കമ്മീഷണർ കൈരളി ന്യൂസിനോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രതി പിടിയിലായിട്ടുണ്ട്, ഈ ജനങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടായിരുന്നു, കൂടുതൽ വിവരങ്ങൾ വൈകാതെ പറയാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ആ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി ലഭിക്കേണ്ടതുമുണ്ട്. അജിംഷ.